യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മനഃപൂർവ്വം ചെയ്തു. അതെ ചേട്ടാ, സത്യത്തിൽ അങ്ങനെ ഒരു പ്ലാൻ അവർക്കുണ്ടായിരുന്നെങ്കിൽ അവര് നമ്മളോട് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നില്ലേ? നമ്മളും അവരും കൂടി ചേർന്ന് കുറച്ചുകൂടി വലിയൊരു സമ്മാനം കൊടുക്കുമായിരുന്നല്ലോ. ഇതിപ്പോ നമ്മൾ അറിയാതെ എല്ലാവരുടെയും മുമ്പിൽ അവക്ക് ആളാവണം, അത്രേ ഉള്ളൂ. താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? മുമ്പ് ഞാനിങ്ങനെ എന്തെങ്കിലും തല്ലുകൊള്ളിത്തരം പറഞ്ഞാ താൻ എതിർക്കുമായിരുന്നല്ലോ. അപ്പോ ഇപ്പൊ എന്റെ സ്വഭാവം മോശമായെന്നാണോ അജേട്ടാ? അങ്ങനൊന്നുമല്ല. പണ്ട് ഞാൻ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ താൻ അതിന്റെ പിന്നിലെ നല്ലത് മാത്രം കണ്ടെത്താൻ ശ്രമിക്കുമായിരുന്നു. അത് അനുഭവങ്ങളല്ലേ അജേട്ടാ നമ്മുടെ ചിന്തകളെയൊക്കെ മാറ്റുന്നേ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് നാളെ തന്നെ കനകേച്ചിക്ക് ഒരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കാം, പോരെ? ഇനി അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാലേ ഞാൻ കിടക്കാൻ നോക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് കണി വെക്കേണ്ടതാ, അത് മറക്കരുത്. അതൊരു വല്ലാത്ത കെണിയായി. എന്താ? ഒന്നുമില്ല. അല്ല, അജുവേട്ടൻ എന്റെ കൂടെ എഴുന്നേക്കണമെന്ന് പറഞ്ഞതാ. അതെന്തിന്? ഇന്നേ പണ്ട് ഞാൻ പറഞ്ഞ കഥ മധുവന്റെ ചോദിച്ചത് കേട്ടില്ലേ? അതുപോലെ കണി ഒരുക്കുമ്പോ അന്ന് വെള്ളരിയും മാങ്ങയും വെച്ച സ്ഥലം മാറിപ്പോയെന്ന് പറയുന്നത് കേക്കണ്ടല്ലോ. പഴയതുപോലെ അല്ലേന്ന് ഉറപ്പുവരുത്താൻ അജുവേട്ടൻ കൂടെ ഉണ്ടാവുന്നത് നല്ലതല്ലേ? സത്യ അജുവേട്ടാ, ദേ ഭൂതക്കണ്ണാടിയും കൊണ്ടാ മധുവന്റെ എന്റെ പുറകെ നടക്കുന്നു. താൻ കിടക്കാൻ നോക്ക്, അതൊന്നും കാര്യാക്കണ്ട. എന്നാലേ ഗുഡ് നൈറ്റ്. ഈ കണി കെണിയാവാതിരിക്കാൻ എന്താ ഒരു വഴി? പൂജ കണിവെക്കുന്ന സമയമായി കാണുമല്ലോ, ഒന്ന് സഹായിക്കാം. നീ എഴുന്നേറ്റ് കാണില്ലേ? നേരായല്ലോ. ഇവള് രാവിലെ കണിവയ്ക്കാൻ തുടങ്ങിയോ? മാധുരി ചേച്ചി,
മോളെ പൂജ, മോളെ കഥകൊന്ന് തുറന്നേ. അർജുൻ, പൂജ, പൂജ, പൂജ. എടോ അമ്മ വിളിക്കുന്നു. പൂജ, അമ്മ വിളിക്കുന്നു. എടോ കണി വെക്കാൻ സമയമില്ലേ? മോളെ കഥകൊന്ന് തുറന്നേ. താൻ എഴുന്നേറ്റേ. മോളെ വേഗം കുളിച്ച് അർജുനെ കൊണ്ട് താഴോട്ട് വാ. അപ്പൊ കണി? ആ, അതിനാ കുളിച്ചിട്ട് അർജുനെ കൊണ്ട് താഴോട്ട് വരാൻ പറഞ്ഞ്. സമയം കളയണ്ട. വരുമ്പോഴേ അർജുനോട് കണ്ണടച്ച് വരാൻ പറയണേ. എടോ സമയങ്ങളെ അത് കുളിച്ചോ, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ച് കണി കാണിക്കാൻ. ഇവളുടെ ആ പഴയ ഉഷാറൊക്കെ എവിടെ പോയെന്തോ. മോളകത്തേക്ക് ചെല്ല്. രക്ഷപ്പെട്ടു. തള്ള എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. സമാധാനം. കണ്ണടച്ചോ. കണ്ണ് തുറക്കരുത്. എന്നാ മോള് ചെന്ന് എല്ലാരും വിളിച്ചോണ്ട് വാ. വാ. അമ്മ എല്ലാം ഒരുക്കി വെച്ചു അല്ലേ? അതെ, പൂജമോൾ ഉണർന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ ചെയ്തത്.